വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ നല്ല സംസാരം. അൽഹംദുലില്ലാ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, സ്വീകരിക്കുമാറാകട്ടെ. ഇനി നമ്മോട് സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട ലത്തീഫി ഉസ്താദാണ്. ലത്തീഫ് ഉസ്താദ് അവിടെ പ്രോഗ്രാമുകൾക്കിടയിലാണ്. കുറഞ്ഞ സമയം നമുക്ക് വേണ്ടി മാറ്റിവെക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. 4 മണിക്ക് ഉസ്താദിന് അടുത്ത ക്ലാസ് ഉണ്ട്. അപ്പോൾ ഏതായാലും ഉസ്താദ് ലൈനിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മോട് കുറഞ്ഞ വാക്കുകൾ സംസാരിക്കും. ശേഷം നൗഫൽ ഉസ്താദ് അവസാനമായി കോഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ കൂടി കൈകാര്യം ചെയ്ത് ദുആ ചെയ്ത് നമ്മൾ പിരിയുകയാണ് ഇൻഷാ അല്ലാഹ്. ബഹുമാനപ്പെട്ട ലത്തീഫ് ഉസ്താദിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഉസ്താദ് കേട്ടിട്ടില്ലെന്നാണ് തോന്നുന്നത്. ഇൻഷാ അല്ലാഹ് ഉള്ളിലുണ്ട്. ഏതായാലും ഉസ്താദ് വന്നു കഴിഞ്ഞാൽ നമുക്ക് മൈക്ക് കൈമാറാം. ഇനി നമുക്ക് നൗഫൽ ഉസ്താദ് കോഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സർട്ടിഫിക്കറ്റ് പഠിതാക്കൾക്ക് കൈമാറുകയാണ്. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റുകളൊക്കെ നമ്മൾ നിലവിൽ അവരുടെ വീടുകളിലേക്ക് അയച്ചു കൊടുക്കുകയാണ് ഉദ്ദേശിക്കുന്നത്. ഇതൊരു ഓഫ്ലൈൻ മീറ്റായി സംഗമമായി നടത്താനാണ് നമ്മൾ പ്ലാൻ ചെയ്തതെങ്കിലും പഠിതാക്കളുടെ പകുതിയോളം പഠിതാക്കൾക്ക് പല സമയങ്ങൾ നിശ്ചയിച്ചെങ്കിലും എത്തുവാനുള്ള അസൗകര്യം ഉണ്ടായപ്പോൾ അത് തൽക്കാലം ഉപേക്ഷിച്ചുകൊണ്ട് ഓൺലൈനിലേക്ക് മാറ്റിയതാണ്. പിന്നീട് വിപുലമായി ഓഫ്ലൈനായിട്ട് നടത്താമെന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ സർട്ടിഫിക്കറ്റ് നമ്മൾ തയ്യാറാക്കി അവർക്ക് കൊടുക്കുന്നുണ്ട്. സന്തോഷം. അതോടൊപ്പം തന്നെ ഉസ്താദുമാരുടെ പൊരുത്തവും അനുവാദവും അനുഗ്രഹമൊക്കെയാണല്ലോ പ്രധാനം. അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു ആധികാരികതയോട് ഉറപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ അവർക്ക് ഓൺലൈനായിട്ട് കൈമാറി അതുപോലെ തന്നെ അവർക്ക് അത് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു കോഴ്സ് ഫസ്റ്റ് ബാച്ച് 2 വർഷം കൊണ്ട് കൃത്യം പൂർത്തിയാക്കിയെങ്കിലും തൊട്ട് താഴെ വരുന്ന ഓരോ ബാച്ചുകളും 3 മാസത്തെ ഗ്യാപ്പിലാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മെയ് മാസത്തിൽ സെക്കൻഡ് ബാച്ചിൻ്റെ പഠനം പൂർത്തിയാകുകയാണ്. പിന്നത്തെ 3 മാസം മൂന്നാമത്തെ ബാച്ചിൻ്റെ പഠനം പൂർത്തിയാകുകയാണ്. അങ്ങനെ ഓരോ 3 മാസത്തിലും ഓരോ ബാച്ചുകാരും അവരുടെ പഠനം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ബാച്ച് തുടങ്ങുമ്പോഴും 30, 40, 50 പേരൊക്കെ ഉണ്ടാവും. സാധാരണ പോലെ തന്നെ 2 വർഷം ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പൂർത്തിയായി തീരുമ്പോഴേക്കും അത് ചിലപ്പോൾ ആളുകളുടെ എണ്ണമൊക്കെ കുറയും. സോ ഏതായാലും അത് തന്നെ വലിയ ഹൈറാണ്, വലിയ സന്തോഷമാണ്. അപ്പോൾ കിതാബ് മുഴുവനായും ഓതി ശരിക്കും ഫോളോ അപ്പ് ചെയ്യുന്ന നല്ലൊരു ടീം തന്നെ ഉള്ളത് വലിയ അനുഗ്രഹമാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹു അതൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. ഇനി നൗഫൽ ഉസ്താദിനെ ക്ഷണിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള പണ്ഡിതന്മാരെ, ഖുലാസ പഠിതാക്കളെ, കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. റമളാനാണ്, സമയമാണ്. ഖുലാസ പഠനം പൂർത്തിയാക്കി എന്ന ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കൈമാറുകയാണ്. ഈ സർട്ടിഫിക്കറ്റ് എന്നാൽ അതൊരു വലിയ ഭാരമാണ്. സർട്ടിഫിക്കറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു സന്തോഷമാണ് എങ്കിൽ കൂടി അത് ഒരു നിലക്ക് അതൊരു ഭാരമാണ്. എന്താ കാര്യം? സർട്ടിഫിക്കറ്റ് കിട്ടുന്നതോടുകൂടെ നിങ്ങൾ ഖുലാസ പഠിച്ചു എന്നതിൻ്റെ തെളിവാണ്. ഖുലാസ പഠിച്ചാൽ അതിലെ മസ്അലകൾ നിങ്ങൾക്കറിയണം. ആരെങ്കിലും ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാൻ കഴിയണം. അതുകൊണ്ട് നിങ്ങൾ പഠിക്കാൻ തുടങ്ങുകയാണ്. ഖുലാസ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളത് കൊണ്ട് എല്ലാ മസ്അലകളും നിങ്ങൾക്ക് അറിയണമെന്നില്ല, ചോദിച്ചാൽ കിട്ടണമെന്നില്ല. അപ്പോൾ നിങ്ങൾ നേരത്തെ തയ്യാറാക്കിയ നോട്ട്സുകൾ, ആ നോട്ട്സുകൾ വീണ്ടും വായിക്കുകയും സംശയം വരുന്ന സമയത്ത് സംശയങ്ങൾ തീർക്കുകയും സംശയം തീരുന്നില്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരികളോടോ മറ്റോ ഗ്രൂപ്പിലോ ചർച്ച ചെയ്ത് തീർക്കുകയും വീണ്ടും വീണ്ടും നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ പഠിച്ചുകൊണ്ടിരിക്കുക എന്നതാണ് ഈ സർട്ടിഫിക്കറ്റിന്റെ ലക്ഷ്യം. അല്ലാതെ ഇത് അവിടെ ഷോക്കേസിൽ കൊണ്ടുപോയി വെക്കുക, എല്ലാവരും കാണുന്ന രീതിയിൽ വെക്കുക, ഞാൻ ഖുലാസ പഠിച്ചിട്ടുണ്ട് എന്ന് എല്ലാവരും അറിയിക്കലല്ല. ഇതോടുകൂടെ നമ്മുടെ ഉള്ളിൽ ഒരു ഫിഖ്ഹ് തന്നെ ഉണ്ടായി വരണം. ഏതൊരു കാര്യത്തിലും ഫിഖ്ഹ് അനുസരിച്ച് അമല് ചെയ്യുന്നവരായി. എന്തായിരിക്കും അതിന്റെ മസ്അല, എന്തായിരിക്കും അതിന്റെ ഹുക്മ്, അത് തെറ്റായിരിക്കുമോ ശരിയായിരിക്കുമോ എന്നൊരു ചിന്തയോടുകൂടെ
എല്ലാ കാര്യത്തെയും സമീപിക്കാൻ കഴിയുക എന്നതാണ് ഈ സർട്ടിഫിക്കറ്റോടുകൂടെ, ഈ കോഴ്സ് പൂർത്തിയാക്കുന്നതോടുകൂടെ നമുക്ക് കിട്ടേണ്ട ഏറ്റവും ചെറിയ കഴിവ്. എല്ലാം അള്ളാഹുവിന്റെ ശരീഅത്ത് അനുസരിച്ചായിരിക്കും എൻ്റെ രീതികൾ, എൻ്റെ അമലുകൾ, എൻ്റെ നിലപാടുകൾ എന്ന് നമുക്ക് സ്വന്തമായി തീരുമാനമെടുക്കാൻ കഴിയണം. അതിൻ്റെ നിലപാടുകൾ നമുക്ക് അറിയില്ലെങ്കിൽ ഖുലാസ നോക്കിയോ അല്ലെങ്കിൽ മറ്റുള്ളവരോടോ ചോദിച്ച് നമുക്കത് പ്രാവർത്തികമാക്കാൻ കഴിയണം. നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ അറിവ് എന്ന് പറഞ്ഞാൽ, അറിവ് ഇപ്പം ഗൂഗിളിൽ അറിവുണ്ട്, ചാറ്റ് ജിപിടിക്ക് അറിവുണ്ട്, എന്ത് ചോദിച്ചാലും കിട്ടും എന്നുള്ളത് കൊണ്ട് അത് ആധികാരികമല്ല. ആധികാരികമായ അറിവ് അത് നമുക്കുള്ള അറിവാണ്. നമുക്ക് അറിവുണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് എന്താണ്? അത് നമ്മുടെ മനസ്സാണ്. നമ്മുടെ മനസ്സ് എത്രത്തോളം താഴ്മയുള്ളതാകുന്നോ അത്രത്തോളം നമുക്ക് അറിവുണ്ട് എന്നാണ് അർത്ഥം. താഴ്മയാണ് അറിവിന്റെ അടയാളമായി പണ്ഡിതന്മാർ പറഞ്ഞത്. എത്രത്തോളം അറിവ് കൂടുന്നോ അത് മരത്തിന്റെ ചില്ലകളിൽ കായ്ക്കനികൾ ഉണ്ടാകുമ്പോൾ ആ കമ്പ് താഴോട്ട് താഴുന്നത് പോലെ, ഭൂമിയിലേക്ക് താഴുന്നത് പോലെ അറിവ് കൂടുന്നതിനനുസരിച്ച് താഴ്മ കൂടുമെന്ന് പണ്ഡിതന്മാർ ഉദാഹരിച്ചതായി കാണാൻ പറ്റും. അപ്പൊ നമുക്ക് അറിവുണ്ട് എങ്കിൽ നമുക്ക് താഴ്മ വേണം. ആരുടെയും മുന്നിൽ ഞാൻ അറിവുള്ള ആളാണെന്ന ഒരു നടനം പാടില്ല. ഞാൻ ഖുലാസൊക്കെ പഠിച്ച ആളാണ്, അതുകൊണ്ട് എനിക്ക് തിരുത്തി കൊടുക്കാൻ പറ്റും, നീ ചെയ്യുന്ന കാര്യം തെറ്റാണ് എന്ന് ഒരാളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ പറയാൻ പാടില്ല. വേറെ ഏതെങ്കിലും ഒരാൾ തെറ്റു പറയുന്നത് കേട്ടാൽ നീ അത് പറയുന്നത് തെറ്റാണ് എന്ന് അയാളെ വഷളാക്കുന്ന രീതിയിൽ പറയാൻ പാടില്ല. കാരണം ഇതെല്ലാം താഴ്മക്ക് എതിരെയാണ്. അറിവുണ്ടെങ്കിൽ താഴ്മ വേണം. താഴ്മയോടുകൂടെ ഞാൻ ഒന്നുമല്ല, ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട് എന്നൊരു ചിന്തയോടുകൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. നേരത്തെ ഉസ്താദ് അതെല്ലാം സൂചിപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. ഏതാവട്ടെ, ബഹുമാനപ്പെട്ട മാടവൻ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ, മാടവൻ ഉസ്താദ് ബാവുസ്താദാണ് നമ്മുടെ പ്രധാന ഗുരുവര്യർ. ഷെയ്ഖാനി എന്ന് നമ്മൾ പറയുന്നത് ഈ രണ്ട് ഉസ്താദുമാരെ കുറിച്ചാണ്. രണ്ട് ഷെയ്ഖുമാരാണ് നമ്മുടെ. അപ്പോൾ ഈ ഉസ്താദുമാരുടെ സനദിലൂടെയാണ് നമ്മുടെ സനദുകളെല്ലാം പോവുക. ഇപ്പോൾ നമ്മൾ പഠിച്ച ഈ ഖുലാസ, ഇതിന്റെയും സനദ് ഈ രണ്ട് ഉസ്താദുമാരുടെ സനദിലൂടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി നിങ്ങൾക്ക് എത്തിച്ചേരുക. കാരണം അവരാണ് നമുക്ക് ഈ അറിവുകളൊക്കെ പകർന്നു തന്നത്. എന്താണ് ഫിഖ്ഹ്, എന്താണ് അഖീദ, കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു തന്നത് അവരാണ്. ഈ സർട്ടിഫിക്കറ്റ് അതിന്റെ ചുരുക്ക രൂപം ഞാനൊന്ന് വായിക്കുകയാണ്. അതിന്റെ മലയാളമാണ് ഇപ്പോൾ പറയുന്നത്. ഖുലാസ പഠിതാവായിട്ടുള്ള വിദ്യാർത്ഥി സിം മീഡിയക്ക് കീഴിൽ 2 വർഷത്തോളമായി ഖുലാസത്തുൽ ഫിഖ്ഹിൽ ഇസ്ലാമി നല്ല പോലെ പഠിച്ചു പൂർത്തിയാക്കി. അതിലെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നിർവഹിച്ചു. അവർക്ക് ഈ സർട്ടിഫിക്കറ്റോട് കൂടെ അവരുടെ ശ്രമത്തിന് സ്തുത്യർഹമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സർട്ടിഫിക്കറ്റ് അവരുടെ സമക്ഷം സമർപ്പിക്കുന്നു, എല്ലാവിധ തൗഫീഖിനും പ്രാർത്ഥിച്ചുകൊണ്ട് എന്നതാണ് ഈ സർട്ടിഫിക്കറ്റിന്റെ ചുരുക്ക രൂപം. ഇത് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഫ്രെയിം ചെയ്ത് കൊറിയറായിട്ട്, പാർസലായിട്ട് നിങ്ങളെ വീടുകളിലേക്ക് എത്തുന്നതോടുകൂടെ നിങ്ങൾ ഫിഖ്ഹിൽ ആധികാരികമായിട്ട് പഠനം പൂർത്തിയാക്കിയവരാണ് എന്ന ബോധം വേണം. അഥവാ പഠിക്കാൻ തുടങ്ങണം. പഠിച്ചത് മറ്റുള്ളവർക്ക് പഠിപ്പിക്കാനും തുടങ്ങണം എന്നതാണ് അതിൻ്റെ ഉദ്ദേശം. നമ്മൾ കോഴ്സ് തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിരുന്നത് വെറും ഒരു പഠനമല്ല, അറബി ഇബാറത്തുകൾ വായിച്ചുകൊണ്ട് ആധികാരികമായി മസ്അല മറ്റുള്ളവർക്ക് പഠിപ്പിക്കാൻ കഴിയുന്നവരാകണം എന്നായിരുന്നു ലക്ഷ്യം പറഞ്ഞിരുന്നത്. പല ആളുകളും ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷപൂർവ്വം ഇപ്പോൾ ഓർക്കുകയാണ്. ഇൻഷാ അല്ലാഹ് സർട്ടിഫിക്കറ്റ് നേടുന്നതായ വിദ്യാർത്ഥികൾ അവരുടെ ലിസ്റ്റ് വായിക്കുകയാണ്. KD നമ്പർ 1 തസ്നീം ബിൻത്ത് ഹംസ, KD 2 ഹുസ്ന ബിൻത്ത് ഹംസ, KD 4 സബീന ബിൻത്ത് ബഷീർ, KD 7 നജ്ല ബീഗം ബിൻത്ത് സഈദ് അലി അൽ ബാഖവി, KD 9 മാഷിത്ത ബിൻത്ത് സുബൈർ, KD 12 മാജിദ ബിൻത്ത് അബ്ദുൽ ഖാദിർ നയാൻ, KD 15 സജീന ബിൻത്ത് അബ്ദുൽ മജീദ്,
KD 16 Ummu Habiba bint Hussein, KD 17 Mahdiya Zawjat Mahin, KD 23 Fatima bint Abdul Rahman, KD 26 Abida Tasnim bint Abdul Hamid Al Baqawi, KD 27 Serena bint Abdullah, KD 33 Hafsa bint Umar, KD 35 Nada Fatima bint Muhammad Bashir, KD 44 Aisha Bibi bint Muhammad, KD 47 Najiha bint Muhyiddin Zaid Al Baqawi, KD 52 Al Hafila Aisha Sajida bint Muhammad Shafi, KD 55 Rubina bint Muhammad, KD 62 Rayhana bint കുഞ്ഞി എന്നിവരാണ് സർട്ടിഫിക്കറ്റ് ഖുലാസ കോഴ്സ് കംപ്ലീറ്റ് ആക്കി സർട്ടിഫിക്കറ്റ് നേടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. തുടർന്ന് പഠിക്കാനും പഠിച്ചത് വീണ്ടും വീണ്ടും അത് ജീവിതത്തിൽ പകർത്താനും വീണ്ടും പഠിക്കാനും ചർവിത ചർവണം ചെയ്യാനും ഇൽമിന് നേതൃത്വം നൽകാനും തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെയും അവരുടെയും എല്ലാം സന്താനങ്ങളെ അള്ളാഹു രണ്ട് ലോകത്ത് ഉപകരിക്കുന്ന സന്താനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൽമിനും ദീനിനും ഖുർആനിനും പണ്ഡിതന്മാർക്കും സേവനം ചെയ്യുന്നവരിൽ, അതിന് നേതൃത്വം കൊടുക്കുന്നവരിൽ, അതിനുവേണ്ടി സമയം ചെലവഴിക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞു ഇവിടെ ഈ സെഷൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന്റെ പിന്നിൽ വർക്ക് ചെയ്ത എല്ലാവർക്കും, അതിന് പ്രോത്സാഹനം നൽകിയ, അതിന് ഉപദേശങ്ങൾ നൽകിയ ബഹുമാനപ്പെട്ട PSK ഉസ്താദ് മുതൽ മറ്റുള്ള ഉസ്താദുമാർക്കും, അതിനുവേണ്ടി അഹോരാത്രം പ്രയത്നിച്ച സലാഹുദ്ദീൻ ഇർഫാനി, അതുപോലെ അഡ്മിൻസ് എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഇതിനെ വളരെയധികം സന്തോഷത്തോടുകൂടെ ഏറ്റെടുത്ത് മറ്റുള്ളവരിലേക്ക് എത്തിച്ച ഒരുപാട് വിദ്യാർത്ഥിനികളുണ്ട്. അവർക്കെല്ലാം അതിന്റെ അർഹമായ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. അതിന്റെ ബറക്കത്ത് കൊണ്ട് ദുനിയാവില് ഒരുപാട് ഖൈർ ബറക്കത്ത് റാഹത്ത് അവരുടെ കുടുംബത്തിനും അവർക്കും അവരുടെ മക്കൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് നിർത്തുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അപ്പോൾ നൗഫൽ ഉസ്താദ് വിഷയങ്ങളൊക്കെ നമ്മോട് സംസാരിച്ചു. നമ്മോട് സംസാരിക്കുമെന്ന് ഏറ്റവും ഉസ്താദ് സാങ്കേതിക കാരണങ്ങളിൽ എത്തിയിട്ടില്ല. ഇടയ്ക്ക് വന്നു പോയിരുന്നു, ക്ലാസ് ഉണ്ട്. ഏതായാലും നമ്മുടെ സംഗമം സ്വീകരിക്കട്ടെ. അസ്ർ ബാങ്ക് കൊടുക്കുന്നു, നാം നിർത്തുകയാണ്. അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. ഇവിടെ പറഞ്ഞതും കേട്ടതൊക്കെ സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. 3 സ്വലാത്തോടുകൂടി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.